ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സൺഡേ ആയതുകൊണ്ട് രാവിലെ അഴീക്കൽ ഹാർബറിൽ പോയിട്ട് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. വീട്ടിലേക്ക് കറിക്ക് കുറച്ച് മീൻ വാങ്ങാം. നമ്മൾ വീഡിയോ എടുക്കുന്നത് ശരിക്കും സ്കൂട്ടറിലായതുകൊണ്ടാണ് ഈ വീഡിയോയ്ക്ക് ഷേക്ക്. ഞാനും മോളോടെയാണ് അഴീക്കൽ ഹാർബറിലേക്ക് പോകുന്നത്. അപ്പോൾ നല്ല മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് കറിക്കായിട്ട് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയാണ്. പോലെ നിങ്ങളെ പോലെ കൂടെ ഇവിടെ നമ്മൾ 2 വീലർ ആണല്ലോ 4 വീലർ ആണോ അതിൻ്റെ പാസ് ഉണ്ട്. പാസ് എടുത്തിട്ടാണ് നമുക്ക് അകത്ത് അഴീക്കൽ ഹാർബറിൻ്റെ ബാക്ക് വശമാണ്. നമ്മൾ സ്കൂട്ടർ വെച്ചിട്ട് ചാവി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ശിവാനി ചാവി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. നമ്മൾ അഴീക്കൽ ഹാർബറിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. ആ കാണുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ ശരിക്കും ഇതിനകത്തേക്ക് കിടക്കുന്നത്. അവിടെയായിട്ടാണ് ലേലം നടക്കുന്നത്. നമുക്ക് അങ്ങോട്ട് നടക്കാം. നമ്മൾ രാവിലെ എത്തിയിട്ടുണ്ട്, പക്ഷേ പൊതുവെ തിരക്ക് കുറവാണ്. സാധാരണ നല്ല തിരക്കായിരിക്കും. ഇന്നും വളരെ തിരക്ക് കുറവാണ്. മീൻ കുറവാണോ എന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. നമുക്കിവിടെ കായൽ മീനും ഉണ്ട്, കടൽ മീനും ഉണ്ട്. 2 വേണമെങ്കിലും നമുക്ക് ലേലം പിടിച്ചെടുക്കാം. ചെറിയ വിലയുള്ളൂ. ഒരു വീട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു 3-4 വീടുകളിലേക്ക് നമ്മൾ തൊട്ടടുത്തുള്ള വീടുകളിലേക്ക് ഷെയർ ചെയ്തെടുക്കാനോ ഒക്കെ ലാഭകരമാണ്. മത്തിയാണെങ്കിലും അയിലയാണെങ്കിലും ഇതെല്ലാം നമുക്ക് ഇപ്പോൾ മത്തിയൊക്കെ ആണെങ്കിൽ 1 കിലോ 20 രൂപ 30 രൂപ കിലോയ്ക്ക് വില വരുള്ളൂ. നമ്മൾ മാർക്കറ്റിൽ ഡയറക്റ്റ് പോയി വാങ്ങുകയാണെങ്കിൽ 200 രൂപ 350 രൂപയൊക്കെ കൊടുക്കേണ്ട മീനൊക്കെ ഇവിടെ 30 രൂപ 40 രൂപയ്ക്ക് കിലോയ്ക്ക് കിട്ടും. പക്ഷേ നമ്മൾ കൃത്യമായിട്ട് വാച്ച് ചെയ്തിട്ട് നമുക്ക് ലാഭം നമ്മൾ ലേലം വിളിക്കുക. പലരും ഉണ്ടാവും, ഒത്തിരി ആൾക്കാരുണ്ടാവും. അതിന് ചുറ്റും നമ്മൾ ലേലം വിളിക്കുക. നമുക്ക് ലാഭം തോന്നുന്നതിന് നമ്മൾ ആ പൈസ ലേലം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. മത്തി, അയില, കൊഞ്ച്, പിന്നെ കായൽ മീൻ ഇതെല്ലാം നമുക്കിവിടെ അവൈലബിളാണ്. വലിയ കമ്പനികൾ എറണാകുളം അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ കമ്പനികളിലുള്ള ഒരു ഹോൾസെയിൽ ടീമുകൾ വന്നിട്ട് മൊത്തത്തിൽ ലേലത്തിന് പിടിക്കുക. അതിനോടൊപ്പം തന്നെ കറിക്കായിട്ട് ഇവിടെ തന്നെ ഇത് വിറ്റ് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഇതിനകത്ത് ബക്കറ്റിൽ നിന്ന് വള്ളത്തിൽ നിന്നും ബോട്ടിൽ നിന്നും കുറേശ്ശെ മീൻ എടുത്തിട്ട് പുറത്ത് കൊണ്ട് നമ്മളെപ്പോലുള്ള വീടുകളിൽ നിന്ന് വാങ്ങുന്ന കറിക്കായിട്ട് വാങ്ങാൻ വരുന്നവർക്ക് അവർ ഒന്നിച്ചിട്ടിട്ട് നമുക്ക് വീടുകളിൽ നിന്ന് വരുന്നവർക്ക് വാങ്ങാൻ പറ്റും. മറ്റേത് ഹോൾസെയിൽ ടീമുകൾ വന്നിട്ടാണ് അവർ ഒന്നിച്ച് വാങ്ങിച്ച് ഐസാക്കി അവർ കൊണ്ടുപോകും. ഇതേപോലെ കറിക്കായിട്ടുള്ള കുറച്ച് 10, 20, 30 കിലോ ആയിട്ട് ബക്കറ്റ് പിടിച്ചാൽ കൊണ്ടുവച്ചിട്ട് ലേലം പിടിക്കും. അപ്പോൾ നമുക്കതിനകത്തുനിന്ന് നമുക്ക് ലാഭമായിട്ട് തോന്നുന്ന വിലയ്ക്ക് നമുക്ക് ലേലം പിടിച്ചെടുക്കുകയും ചെയ്യാം. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് മീനായിരിക്കും. അന്നാന്ന് കൊണ്ടുവരുന്ന മീനാണ്. അത് കാരണം നമുക്ക് ഫ്രഷായിട്ട് നമുക്ക് കഴിക്കാനും പറ്റും. ഈ കാണുന്ന കൊട്ടയ്ക്ക് ഒരു അരക്കൊട്ട അയിലുണ്ട്. ഇതിന് ശരിക്കും 700-750 രൂപ വിലയുള്ളൂ. അപ്പോൾ ലേലം വിളിക്കുന്നതാണ്. 750-700 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10-15 കിലോ ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. നമ്മളിങ്ങനെ നോക്കി വരുന്ന കൂട്ടത്തിലാണ് നമ്മൾ ശരിക്കും ജീവനോടെ കുറേ മീനുകൾ നല്ല പിടയ്ക്കുന്ന മീൻ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ വെള്ളക്കോരയെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് നമ്മൾ അവിടെ നിന്നാണ് വാങ്ങിച്ചത്. നമ്മൾ ഏകദേശം ഒരു 15 കിലോ മീൻ വാങ്ങിച്ചത്. നമുക്ക് ആകെ 150 രൂപയുള്ളൂ. രസം നമ്മൾ ഈ വാങ്ങിയത് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് അറിഞ്ഞത് ഇത് ആർക്കും അത്ര താല്പര്യമുള്ള മീനല്ലായിരുന്നു. എനിക്കതറിയില്ലായിരുന്നു. എന്തായാലും വാങ്ങിച്ചു. പക്ഷേ കുഴപ്പമില്ലാണ്ടോ നമ്മൾ സഞ്ചിയിലിരുന്നിട്ട് പിടയ്ക്കുന്നുണ്ടോ. നല്ല ഫ്രഷ് മീനായിട്ട് കണ്ടിട്ട് വാങ്ങിച്ചാണ്. വീട്ടിലും കൊണ്ടുവന്നിട്ട് ആർക്കും അത്ര നമുക്ക് താല്പര്യപ്പെട്ടില്ല. എന്തായാലും നമ്മൾ വാങ്ങിച്ചു. ഒരു 15-20 കിലോ വാങ്ങിച്ചു. ആകെ നമുക്ക് 150 രൂപ എന്തായാലും ആയുള്ളൂ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ അവിടുന്ന് മീനും വാങ്ങി സ്കൂട്ടറിൽ വെച്ച് കുറച്ച് ഐസ് അവിടുന്ന് കളക്ട് ചെയ്തിട്ട് ഐസ് ഇട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ വീട്ടിൽ ആർക്കും സത്യം പറഞ്ഞാൽ ഫ്രണ്ട്സ് മീൻ ഇഷ്ടപ്പെട്ടില്ല. ഇത് കൂടുതലെന്നാണ് എല്ലാവരും പറയുന്നത്. ഓക്കെ, എന്തായാലും നമ്മൾ വാങ്ങിയത് വാങ്ങി. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.